നമസ്കാരം. ഇറാനിൽ തട്ടമിടാതെ നൃത്തം ചെയ്തതിന് സ്കൂളിൽ നിന്ന് പുറത്താക്കിയ പെൺകുട്ടി ആത്മഹത്യ ചെയ്ത സംഭവമാണിപ്പോൾ വിവാദമായിരിക്കുന്നത്. ഒരു കെട്ടിടത്തിന്റെ മുകളിലത്തെ നിലയിൽ നിന്ന് ചാടിയാണ് പെൺകുട്ടി ജീവനൊടുക്കിയത്. അരീസു ഖവാരി എന്ന 16-കാരിയാണ് ആത്മഹത്യ ചെയ്തത്. അരീസു കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടാൻ ഒരുങ്ങുന്നതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമമായ എക്സിൽ വൈറലായതോടെ ഇറാനിലെ മതഭരണകൂടത്തിനെതിരെ ലോകമെമ്പാടും പ്രതിഷേധം ഉയരുകയാണ്. അഫ്ഗാനിസ്ഥാൻ പൗരയായ ഈ പെൺകുട്ടി ഷഹാരാരി നഗരത്തിലാണ് താമസിക്കുന്നത്. അരീസു ഒരു കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് വീണതിനെ തുടർന്ന് മരിച്ചു എന്നാണ് ഇറാനിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് അറിയിക്കുന്നത്. വീഴ്ചയിൽ ഗുരുതരമായി പരിക്കേറ്റ കുട്ടിയെ അടിയന്തരമായി ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരിക്കുകയായിരുന്നു. അതേസമയം സ്കൂളിൽ നിന്ന് വിനോദയാത്ര പോയ വേളയിൽ അരീസു ജീൻസ് ധരിച്ചു എന്ന കുറ്റത്തിനാണ് സ്കൂളിൽ നിന്ന് പുറത്താക്കപ്പെട്ടതെന്നും വിവരമുണ്ട്. ഒരു വീഡിയോയിൽ തട്ടമിടാതെ നൃത്തം ചെയ്തതിന് അരീസുവിനെ അധികൃതർ നിരന്തരം ഭീഷണിപ്പെടുത്തിയിരുന്നു എന്നാണ് ചിലർ പറയുന്നത്. പെൺകുട്ടിയുടെ അച്ഛൻ സ്കൂൾ അധികൃതർക്ക് എതിരെ പരാതി നൽകിയെന്നാണ് മനുഷ്യാവകാശ പ്രവർത്തകർ പറയുന്നത്. താലിബാൻ ഭരണകൂടം പെൺകുട്ടികളെ പഠിപ്പിക്കാൻ അനുവദിക്കുന്നില്ലെങ്കിൽ ഇറാൻ സർക്കാർ അവരെ സ്വന്തമായി ഏത് വസ്ത്രം ധരിക്കണമെന്നത് പോലും അനുവദിക്കുന്നില്ല എന്നാണ് ഇവർ കുറ്റപ്പെടുത്തുന്നത്. സ്ത്രീകളോട് നിഷ്കൃഷ്ടമായി പെരുമാറുകയും അവരുടെ സ്വാതന്ത്ര്യം തന്നെ കവർന്നെടുക്കുകയും ചെയ്യുന്ന ഇറാൻ ഭരണകൂടത്തിന്റെ ക്രൂരതകൾക്കെതിരെ ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നോട്ട് വരണമെന്നാണ് ഇറാനിലെ വനിതാ സംഘടനകൾ ആവശ്യപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം ഇറാനിലെ മതഭരണകൂടത്തിന്റെ മനുഷ്യത്വമില്ലായ്മയ്ക്കെതിരെ അടിവസ്ത്രം മാത്രം ധരിച്ച് പ്രതിഷേധിച്ച വിദ്യാർത്ഥിനിയോട് അധികൃതർ കാട്ടിയ ക്രൂരത ലോകം ചർച്ച ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് ഈ സംഭവവും എത്തുന്നത്. ടെഹ്റാനിലെ ഇസ്ലാമിക് ആസാദ് സർവകലാശാലയിൽ പ്രതിഷേധിച്ച യുവതിയെ ഇറാൻ പോലീസ് ക്രൂരമായി മർദ്ദിച്ചതിനു ശേഷം മാനസികരോഗ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. 2 വർഷം മുൻപ് ഇറാനിൽ നടന്ന ഹിജാബ് വിരുദ്ധ പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത മഹ്സ അമീനി പോലീസ് കസ്റ്റഡിയിൽ കൊല്ലപ്പെട്ട സംഭവം ലോകവ്യാപകമായി തന്നെ പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു. ഇറാനിൽ മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന പ്രതിഷേധ സമരത്തിനാണ് സംഭവം ഇടയാക്കിയത്. കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ടെഹ്റാനിൽ ഹിജാബ് ധരിക്കാതെ മെട്രോയിൽ യാത്ര ചെയ്യുകയായിരുന്ന അർമിത ഗരാവന്ത് എന്ന കൗമാരക്കാരി ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചതും ഇറാനിൽ സ്ത്രീകൾ ഇപ്പോൾ നേരിടുന്ന പരിതാപകരമായ അവസ്ഥയാണ് വ്യക്തമാക്കുന്നത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. പവേർഡ് ബൈ ജ്യോതിസ്. റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Achigal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyotis Building Promoters Private Limited, Thiruvananthapuram. ബാലരാമപുരം സുൽത്താന ജ്വല്ലറിയുടെ ഓണം ഓഫർ. ഏതൊരു പർച്ചേസിനും ഓണപ്പുടവ സമ്മാനം, ഒപ്പം ഓണക്കിറ്റുകളും. 10 പവന് മുകളിലുള്ള വിവാഹ പർച്ചേസുകൾക്ക് പവന് 5000 രൂപയുടെ കിഴിവും, അതിന് താഴെയുള്ള വിവാഹ പർച്ചേസുകൾക്ക് 3000 രൂപയുടെ കിഴിവും, ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം. പഴയ 916 സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള 916 HUID സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം. ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി, മെയിൻ റോഡ്, ബാലരാമപുരം.